ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ്. അപ്പം നമ്മുടെ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കഥകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശാലിനിയും ശാരദാമ്മയും കൂടി നിന്ന് വിഷ്ണുവിൻ്റെയും സത്യാമ്മയുടെയും വീട്ടിലെ കാര്യങ്ങളും വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ ശാരദാമ്മ പറയുകയാണ്. സത്യാമ്മ വിഷ്ണുവിന് രണ്ടാമതൊരു വിവാഹാലോചന നടത്തുന്നുണ്ട്, നീ എന്ത് ഭാവിച്ച ഈ നിൽക്കുന്നത്, നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് മറന്നു പോകരുതെന്നൊക്കെ ശാലിനിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, സത്യാമ്മ പറഞ്ഞത് നിന്നെ കാണരുതെന്നൊക്കെയാണ്, പക്ഷേ വിഷ്ണു അങ്ങനെയല്ല. മറ്റൊരു പെണ്ണിനെ അവരെ ആലോചിച്ച് കണ്ടുപിടിച്ച് കൊടുത്താൽ വിഷ്ണു അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ കൂടെ കെട്ടിയെന്നിരിക്കും. അതുകൊണ്ട് എന്തായാലും നീ ഇതെന്ത് ഭാവിച്ച് നടക്കുന്ന, നീ എന്തും കൽപ്പിച്ച് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നിൻ്റെ മോളുടെ കൈ പിടിച്ച് നീ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാനൊക്കെ നമ്മുടെ ശാരദാമ്മ പറയുകയാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അത് വേണ്ടാമേ, അത് ശരിയാകത്തില്ല. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇത്രയും കാലങ്ങൾ കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത് കൊണ്ട് സത്യാമ്മയ്ക്ക് അതൊരു എവിടുന്ന ഈ കുഞ്ഞെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടാവും. പിന്നെ ആകെ പുകച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമ അറിയാതെ വിളിച്ച് പറഞ്ഞു പോവും, പപ്പിയും കുഞ്ഞേച്ചി പ്രസവിച്ച മകളാണെന്ന്. അപ്പോൾ അത് അവിടെ തകരുന്നത് നമ്മുടെ രോഹിത്താണ്. കാര്യം സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയും ആ കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ പേരായ പത്മിനി എന്ന പേരിൽ പപ്പി എന്ന് വിളിക്കാനും ഒക്കെ രോഹിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെന്തായാലും രോഹിത്തിന് അതൊരു വലിയ ഷോക്കാവും. മാത്രമല്ല സത്യാമ്മയ്ക്കും വളരെ പ്രശ്നങ്ങളാവും. അപ്പോൾ സത്യാമ്മയും രോഹിത്തും അങ്ങനെ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തിനാമ്മ അവിടെ കടന്നുകൂടി ചെല്ലുന്നത്, എനിക്ക് ആരും ഉപദ്രവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നറിയാമല്ലോ, എന്തായാലും ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ വിഷ്ണുവേട്ടൻ ആ നിമിഷം അപ്പോൾ തന്നെ ഏത് പാതിരാത്രി ആയാലും ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ അതും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാലിനിയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരദാമ്മയോട് പറയുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഒത്തിരി എതിർക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും പാടില്ല, ഇതാണെന്നൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം ശാലിനി അതിലൊക്കെ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ട് ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ അമ്മേ, എല്ലാവരുടെയും ജീവിതങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ശാരദാമ്മയ്ക്ക് ആൻസർ ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ ശാരദാമ്മ പറയണം, എന്തായാലും നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങളല്ലേ നടക്കാൻ പറ്റുള്ളൂ, നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഇത്രയും കാലം നീ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഭാര്യയാണ്, വിഷ്ണുവിനെ മനസ്സിൽ കൊണ്ട് വിഷ്ണുവിൻ്റെ താലിയും കഴുത്തിലിട്ട് നടക്കുന്ന വിഷ്ണുവിനെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഭാര്യയാണ്. അതേപടി തന്നെയാണ് വിഷ്ണുവും. ശാലിനി എന്ന് പറഞ്ഞാൽ അവൻ ഇനി മറ്റൊരു പെണ്ണിനെ അവിടെ സങ്കല്പിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ ശാരദാമ്മ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യാമ്മയുടെ വീടാണ്. അവിടെ വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ ഫോട്ടോയിൽ നോക്കി ഒരു ഒരു മലയാളത്തിൻ്റെ ഒരു ഫിലിം സോങ് ഒക്കെ അവിടെ ഒരു ഇതായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ വിഷ്ണു നമ്മുടെ ശാലിനി ഇങ്ങനെ ആലോചിച്ചും പഴയ കഥകളും ശാലിനിയൊപ്പം നടന്നതും ശാലിനിയെ എടുത്തുകൊണ്ട് പോയതും ശാലിനിയെ ഒത്തിരി സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ക്ലിപ്പിങ്സൊക്കെ അതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിരിക്കുമ്പോൾ നമ്മുടെ സത്യാമ്മ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട്, ഓഹോ, ശാലിനിയെക്കുറിച്ചുള്ള ആ ഫോട്ടോ ഇങ്ങ് പിടിച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ മേടിച്ചിട്ട് പറയുകയാണ്, ശാലിനിയെക്കുറിച്ചുള്ള ഓരോ തെളിവും ഞാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് കണ്ടാലും ഞാൻ ഇല്ലാതാക്കുകയാണ്. ഒരു വാഷ്റൂമിലോ ഒരു ചുവരിലോ എവിടെയായാലും ചെറിയൊരു പൊട്ട് കണ്ടാൽ പോലും ഞാൻ അതിനെ എടുത്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നീ ഇനിയിപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യം നിനക്ക് എന്താ, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് ഞാൻ നശിപ്പിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷ്ണു അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അമ്മ അത് പാടില്ല, ശാലിനി എന്തായാലും ആ ഫോട്ടോ എനിക്ക് വേണം, അമ്മ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ഞാനിത് വെച്ചുകൊണ്ടിരിക്കുന്നത്, നീ എൻ്റെ മേലിൽ സത്യം ചെയ്തത് എന്തായാലും ശാലിനി അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ശാലിനിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിന്നെ കാണാതിരിക്കാനോ നിന്നോട് സംസാരിക്കാതിരിക്കാനോ ഒന്നും ഞാൻ ശാലിനിയെ അറിയിച്ചിട്ടില്ല. പക്ഷേ എന്തിനാ നീ ഇപ്പോൾ ഇത് വീണ്ടും കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് സത്യാമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും വീണ്ടും എടുത്തെറിയാനായിട്ട് പോകുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ അത് പാടില്ല, അങ്ങനെ എറിഞ്ഞാൽ പിന്നെ വിഷ്ണുവിനെ അമ്മ കാണില്ല. സത്യാമ്മയ്ക്ക് മാത്രമല്ല ഓരോന്നും ശബ്ദം ചെയ്യാനുള്ളത്, അതേപടി തന്നെയാണ് വിഷ്ണുവും, സത്യാമ്മയുടെ മകനായ വിഷ്ണുവും അത് ചെയ്യും എന്ന് പറയുമ്പോൾ സത്യാമ്മ ഒന്ന് അറയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുകയാണ്, നിനക്ക് അമാവാസി വരെ ഞാൻ സമയം തന്നിട്ടുണ്ട്, അമാവാസി വരെ മാത്രം. ആ സമയത്തിനകത്ത് നീ ശാലിനിയെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്ത്, അന്നേരം ഞാനിത് അംഗീകരിക്കാം, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമാവാസി കഴിഞ്ഞ ഉടനെ നീ ഡിവോഴ്സ് ആവണം, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പേപ്പറിൽ നീ ഒപ്പിടണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിഷ്ണു അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും, ഒപ്പിട്ടില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഞാൻ ഒപ്പിടിയിക്കും, അതെനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സത്യാമ്മ വിഷ്ണുവിന് ഒരു ഭീഷണി സ്വരം പോലെ കൊടുക്കുകയാണ്. എന്നിട്ട് സത്യാമ്മ അവിടുന്ന് ഫോട്ടോ എടുത്ത് ബെഡിൻ്റെ പുറത്തിങ്ങനെ ഇട്ടിട്ട് സത്യാമ്മ അവിടുന്ന് പോവുകയാണ്. അപ്പോഴത്തേക്കും വിഷ്ണു ഭയങ്കര സങ്കടത്തിൽ ആ ഫോട്ടോയിൽ നോക്കി വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പിക്കുട്ടി അവിടെ ഇരുന്ന് ഓരോന്നും ടെഡി ബിയറുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത സീറ്റിൽ നമ്മുടെ രാഘവൻ നായരും ഉണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നി അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ള ക്ലീനറുമായിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, പൊന്നി
വിഷ്ണു ഭക്ഷണം കഴിച്ചു എന്ന്. അപ്പോൾ പറയാം ഇല്ല സർ കഴിച്ചിട്ടില്ല എന്ന്. കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ മതിയെന്ന് പറഞ്ഞു. അയ്യോ അവനിങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി പറയുന്നുണ്ട് അതിനെന്താ അച്ചാച്ചാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞ് പപ്പിക്കുട്ടി പറയുന്നുണ്ട് പൊന്നിയാൻ്റെ ഭക്ഷണം എടുത്ത് വയ്ക്കുക വിഷ്ണു വെച്ചിട്ട് ഞാൻ കൊടുത്തോളാം എന്ന്. അപ്പോഴേ നമ്മുടെ രാഘവൻ നായർ പപ്പിയെ ചേർത്ത് വിളിച്ചിട്ട് പറയണം മോള് കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാം മുഴുവനും കഴിക്കാൻ പറയണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഒരു മുത്തവും കൊടുക്കുന്നുണ്ട് നമ്മുടെ പപ്പിക്കുട്ടിക്ക്. എന്നിട്ട് പപ്പി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അവരുടെ കുടുംബ ഫോട്ടോ ഉണ്ടല്ലോ ചുവരിൽ, അതിൽ ചെന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ഈ ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അന്നേരം എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു ടേബിൾ പോലത്തെ സംഭവമുണ്ട്. ആ കുട്ടി ഇപ്പം എന്തായാലും അത് ടേബിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. കയറിയിട്ട് ചെന്ന് സിലോ ടാപ്പ് വെച്ച് ഇങ്ങനെ ശാലിനിയുടെ മുഖം മറച്ചിരിക്കുകയാണ്. ആ മുഖത്തിൻ്റെ സിലോ ടാപ്പ് എടുക്കുന്നത് കണ്ടാണ് ഈ ഭാഗം എന്തായാലും അവിടെ പൂർണ്ണമാക്കുന്നത്. അപ്പം നാളത്തെ ഭാഗത്ത് എന്തായാലും കുട്ടി സിലോ ടാപ്പ് ഒന്നുകിൽ തുറക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടൊന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്, പാടില്ല എന്ന്. അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അറിയാമല്ലോ ഇത് എന്തായാലും സത്യയുടെ അമ്മയാണെന്ന്. അപ്പോൾ കുട്ടി എന്തായാലും വിഷ്ണുവിനോട് പറയും സത്യയുടെ അമ്മയാണ് ഈ കണ്ടതെന്ന്. അതെന്തായാലും ഉടനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പ്രേക്ഷകരെ ഇങ്ങനെ ഒരു വല്ലാണ്ടാക്കിയിട്ടൊരു 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ പോവുകയാണ് ശാലിനിയെ കാണിക്കാതെ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം.